പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റെഡ്മി നോട്ട് 12 പ്രോ പ്ലസ് എന്ന ഡിവൈസിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. ആക്ച്വലി ഇതൊരു ചൈനീസ് വേരിയൻ്റ് ആണ്. ആൻഡ് ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് എക്സ്പ്ലോർ എഡിഷൻ സ്മാർട്ട് ഫോൺ അല്ല, റെഡ്മിയുടെ കറൻ്റ്ലി ഉള്ള റെഡ്മി നോട്ട് 12 പ്രോ പ്ലസ് എന്ന് പറയുന്ന ഡിവൈസാണ്. സോ നേരെ ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ടിപ്പിക്കൽ ചൈനീസ് ബോക്സിംഗ് പാക്കേജ് സ്റ്റൈലാണ് ഇവിടെ കിട്ടുന്നത്. ആദ്യം തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബോക്സിൽ ചാർജ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. 120 വാട്ട്സിൻ്റെ ഒരു PD 3.0 ചാർജാണ് കിട്ടിയിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നേരെ നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് നമ്മുടെ റെഡ്മി നോട്ട് 12 പ്രോ 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. ആക്ച്വലി ഒരു പ്രോ പ്ലസ് എഡിഷൻ സ്മാർട്ട് ഫോണാണ്. ആൻഡ് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പ് കാണാനായിട്ട് പറ്റും. ആൻഡ് താഴെ ട്രിപ്പിൾ ലോഗോ കാണാനായിട്ട് പറ്റും. ആൻഡ് ഇവിടെ നമുക്കൊരു ഫ്ലാഷ് ലൈറ്റും തൊട്ട് സൈഡിലായിട്ട് 200 മെഗാ പിക്സലിൻ്റെ ക്യാമറയുടെ ബ്രാൻഡിങ് കൂടെ കാണാനായിട്ട് പറ്റും. ആൻഡ് ഇത് നമ്മുടെ വേൾഡിൽ 200 മെഗാ പിക്സൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ബ്രാൻഡിങ് ഉള്ള ഒരു കമ്പനിയാണ്. 200 മെഗാ പിക്സലിൻ്റെ സെൻസർ കൊണ്ടുവരുന്ന ഒരു ബ്രാൻഡാണ്. ആൻഡ് ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മുടെ റെഡ്മിയുടെ നോട്ട് 12 പ്രോ പ്ലസും നോട്ട് 12 പ്രോ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാടധികം സാമ്യമുള്ളൊരു ഡിവൈസാണിത്. കാരണം ഇവിടെ ക്യാമറ ഡിസൈനും അതോടൊപ്പം തന്നെ ഇതിൻ്റെ സൈഡ് ബൈ സൈഡ് തിക്നെസ്സും ഓവർവ്യൂ ഒക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് വെയിറ്റുള്ള ഡിവൈസാണ് നമ്മുടെ റെഡ്മിൻ്റെ നോട്ട് 12 പ്രോ പ്ലസ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. ആൻഡ് ഇതിൻ്റെ ഡിസൈനൊക്കെ സിമിലർ ആയിട്ടാണ് വരുന്നത്. ബട്ട് അവിടെ ഇവിടെ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ബ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 6.67 ഇഞ്ചസിൻ്റെ ഒരു OLED പാനലാണ് കൊടുത്തിട്ടുള്ളത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു പാനലിൽ തന്നെ നമുക്ക് HDR10+ സപ്പോർട്ടബിളും ഡോൾബി വിഷൻ്റെ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഔട്ട്ഡോർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏകദേശം 1500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. സോ വെളിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ബ്രാൻഡ് അവകാശപ്പെടുന്നത് ഇത് 0 ബ്ലോട്ട്വെയർ ആൻഡ് ആഡ്വെയർ വരുന്ന സ്മാർട്ട് ഫോണാണ്. കാരണം ഇതിനകത്ത് ഒരു ആഡ്സും ബാക്കി കാര്യങ്ങളൊന്നും കാണില്ലെന്നാണ് പറയുന്നത്. സോ ഇതിനകത്ത് അവർ കൂടുതലായി ബ്രൈറ്റ്നസ്സിനും ഫോക്കസ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഡീപ്പായിട്ട് നമുക്ക് ലോ ചെയ്യാനുള്ള ബ്രൈറ്റ്നസും കൂടുതലായിട്ട് വെളിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി കൂടുതലായിട്ട് ആവശ്യത്തിനുള്ള ബ്രൈറ്റ്നസ്സും രീതിയിൽ നമ്മുടെ ബാൻഡ് കുറച്ച് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു OLED പാനൽ പുറത്തിരിക്കുന്നതാണ് കറൻ്റ് ഉള്ള ഈ ഒരു ലീക്സ് ആൻഡ് റൂമേഴ്സ് പറയുന്നതെന്ന് പറയുന്നത്. ആൻഡ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നതായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് OLED പാനലായിട്ടും എന്തുകൊണ്ടാണ് പവർ കീയിൽ തന്നെ ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തതെന്ന്. എനിക്കിവിടെ ചെറിയൊരു പോരായ്മ തോന്നിയത് ഈ ഒരു കാര്യത്തിലാണ്. കാരണം OLED പാനൽ കൊടുത്ത സ്ഥിതിക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് ആയിരുന്നെങ്കിൽ ഒരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ലുക്ക് ഇവിടെ കൊടുത്തതന്നെ. ആൻഡ് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള റിഫ്രഷ് റേറ്റും കാര്യങ്ങളാണ് കിട്ടുന്നത്. ആൻഡ് ഈ ഒരു ഡിസ്പ്ലേയും ബാക്കി കാര്യങ്ങളും ഈ ഒരു ഹാർഡ്വെയർ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ പ്രോസസർ MediaTekൻ്റെ Dimensity 1080 എന്ന് പറയുന്ന ഒരു 6 നാനോമീറ്റർ പ്രോസറാണ്. സോ വളരെ നല്ലൊരു പ്രോസറാണ്. അൻഡ്യൂൻറ്റ് ബെഞ്ച്മാർക്ക് റിസൾട്ടും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏകദേശം നമുക്ക് 6 ലക്ഷത്തിൽ പരമാണ് അൻഡ്യൂൻറ്റ് ബെഞ്ച്മാർക്ക് റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ആൻഡ് പ്രോസർ വൈസിൽ നോക്കുകയാണെങ്കിൽ വളരെ മികച്ച ഒരു ഡിവൈസ് തന്നെയാണ് റെഡ്മിയുടെ നോട്ട് 12 പ്രോ പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ. ആൻഡ് എനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ടു. കാരണം ഒരുപാടധികം സ്പെസിഫിക്കേഷൻസ് കുത്തി നിറച്ചുകൊണ്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഈവൻ നമ്മുടെ റിയൽമി 10 പ്രോ പ്ലസിനേക്കാളും ബെറ്റർ ഒപ്പീനിയനായിട്ട് ഞാൻ പറയുന്നൊരു ഡിവൈസ് ഇതായിരിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് 200 മെഗാ പിക്സലിൻ്റെ ക്യാമറ ഉണ്ട്. സോ ഈ ഒരു 3 സെൻസർ വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഫോട്ടോ എടുക്കുന്നത്. നല്ല രീതിയിലുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ഇമേജസാണ് ക്യാപ്ചർ ചെയ്യുന്നത്. സോ ക്യാപ്ചർ ചെയ്ത ഇമേജസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഡ്രൈവ് ലിങ്കിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാം. ആൻഡ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ നോട്ട് 12 പ്രോയും എൻ്റെ കയ്യിലുണ്ടെന്ന്. സോ രണ്ട് സ്മാർട്ട് ഫോൺസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഈ ഒരു 200 മെഗാ പിക്സൽ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ റെഡ്മി നോട്ട് 12 പ്രോ പ്ലസ് തന്നെയാണ്. നല്ല രീതിയിലുള്ള ഫോട്ടോസാണ് ഇതിൻ്റെ നോർമൽ ഒരു സ്റ്റോക്ക് ഫോട്ടോയിൽ നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഈവൻ ഗൂഗിൾ ക്യാമറ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ഫോട്ടോസ് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഇവിടെ നമുക്ക് 200 മെഗാ പിക്സൽ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ ഉണ്ട്. അതിൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പിക്ചേഴ്സ് കിട്ടും. ബട്ട് ഇവിടെ എനിക്ക് ചെറിയൊരു പോരായ്മ തോന്നിയത് ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കുമ്പോൾ 256 GB സൈസുള്ള ഒരു സ്മാർട്ട് ഫോൺ എടുക്കുക. കാരണം ഇവിടെ നമ്മൾ 200 മെഗാ പിക്സലിൻ്റെ സെൻസർ ടേൺ ഓൺ ചെയ്ത് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഫോട്ടോയുടെ സൈസ് 100 MB വെളിയിൽ വരുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സോ ആ ഒരു കാര്യത്തിൽ ചെറിയൊരു ബാക്ക്വേർഡ് തോന്നുന്നുണ്ട്. കാരണം ഫോട്ടോയ്ക്ക് നല്ല സൈസ് ഉണ്ട്. ബട്ട് സൈസുള്ള രീതിയിൽ ഞാൻ പറയുന്നത് ക്വാളിറ്റിയിലാണല്ല കേട്ടോ. നല്ല രീതിയിലുള്ള ക്വാളിറ്റിയും കൂടി ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എടുക്കുന്ന ഫോട്ടോസ് വളരെയധികം എന്താ പറയുക കിടില ഫോട്ടോസ് എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ഓൾറെഡി ഞാനിവിടെ ടുക്ക് ചെയ്ത നോർമൽ ഫോട്ടോയ്ക്ക് തന്നെ ഏകദേശം 19 MB സൈസാണ് വരുന്നത്. അപ്പോൾ ഇനിയുള്ള ബാക്കിയുള്ള ഫോട്ടോസിൻ്റെ കാര്യങ്ങൾ പറയണ്ടല്ലോ. സോ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്ന കുറച്ച് ഫോട്ടോസാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എടുത്ത ഫോട്ടോസ്. സോ ജസ്റ്റ് നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലെടുത്ത 200 മെഗാ പിക്സൽ ക്യാമറ സെൻസറിലെടുത്ത ഫോട്ടോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ PD 3.0 120 വാട്ട്സിൻ്റെ ചാർജർ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ആക്ച്വലി വളരെ ഫാസ്റ്റായിട്ടാണ് ഈ ഒരു ചാർജർ വഴി ചാർജ് കയറുന്നത്. എനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ഇവിടെ ഒരു 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം 80 to 90% ചാർജ് കയറുന്നുണ്ട്. എനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ട ഒരു ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. ബൈ.